വിചിത്ര സർക്കുലറുമായി ദില്ലി സർവകലാശാല. വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ദില്ലി സർവകലാശാലയുടെ സർക്കുലറിൽ വിമർശനവുമായി രാഹുൽ ഗാന്ധി. ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിച്ചതിന് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താൻ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ചോദ്യം. നോബിൾ മാരിക്കാരൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. നോബിൾ, അപ്പോൾ രാജ്യമാകെയുള്ള വിദ്യാർത്ഥികൾ ഒരൊറ്റ ശബ്ദമായി ഒറ്റക്കെട്ടായി തങ്ങളുടെ ഭാവിക്ക് വേണ്ടി ദില്ലിയുടെ തെരുവുകളിൽ സമരം ചെയ്യുകയാണ്, തല്ലുകൊള്ളുകയാണ്. കേന്ദ്ര സർക്കാരിനോ സുപ്രീം കോടതിക്കോ പോലും ഇവരെ കണ്ടില്ല എന്ന് നടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഈ ദില്ലി സർവകലാശാലയ്ക്ക് ഇങ്ങനെ വിചിത്രമായ ഒരു ഉത്തരവ് എങ്ങനെയാണ് പുറത്തിറക്കാൻ സാധിക്കുന്നത്? വളരെ ഗൗരവത്തിൽ തന്നെ അതിനോട് വിമർശനം ഉന്നയിക്കുകയാണോ ഇപ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും? സമാനതയില്ലാത്ത വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ദില്ലി സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ദില്ലി സർവകലാശാല വ്യക്തമാക്കുന്നത് ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾക്ക് സുപ്രീം കോടതിയുടെ നിരോധനം അടക്കം ഉണ്ട്. അതിനിടയിൽ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ അടക്കമുള്ള ചൂണ്ടിക്കാട്ടുന്ന പ്രതിഷേധങ്ങൾ നടക്കുന്നത്. അതിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുമ്പോൾ അതിൽ കൃത്യമായ തന്നെ ഒരു മുൻകരുതൽ വേണം എന്നാണ് ദില്ലി സർവകലാശാല വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഭാവി അടക്കം ബാധിക്കാവുന്ന വിഷയമാണ് അത് എന്നുകൂടി എന്താണെങ്കിലും അതിൽ ഒരു നിരീക്ഷണമായി അവർ പറയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ വിട്ടുനിൽക്കണം. അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട നിരവധി കിംവദന്തികൾ പരക്കുന്നുണ്ട് എന്നും സർവകലാശാല ഒരു സർക്കുലറായി സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ അടക്കം പങ്കുവച്ചിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ദില്ലി സർവകലാശാലയ്ക്ക് എതിരെ രംഗത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ജനാധിപത്യപരമായ അവകാശങ്ങൾ വിനിയോഗിക്കുമ്പോൾ എങ്ങനെ അതിനെ ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യം ദില്ലി സർവകലാശാലയ്ക്ക് ഉണ്ടായി എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സർവകലാശാല പറഞ്ഞത് രക്തചുരുക്കം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അധ്യാപകരും ഒന്നും ഈ പറഞ്ഞ ജന്തർ മന്ദറിലെ സമരവേദിയിലേക്ക് പോകരുത് എന്നതാണ്. അതിനെ തീർച്ചയായും വലിയ തരത്തിൽ വിമർശിക്കുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ. കാരണം വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയെക്കുറിച്ച് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആശങ്കകളോടാണ് പോകുന്നത്. അങ്ങനെയുള്ള ആളുകളെ അവരുടെ മൗലിക അവകാശത്തെ ഭേദിക്കാൻ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഭീഷണിപ്പെടുത്താനുള്ള അധികാരം ആര് സർവകലാശാലയ്ക്ക് നൽകി എന്ന ചോദ്യമാണ് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ഉന്നയിക്കുന്നത്. ഷിഹാസ്, ശരി, നോബിൾ മാരിക്കാരനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.